കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കിച്ചൺ ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. വീട്ടിലെ പണികളൊക്കെ സിമ്പിളായിട്ട് തീർക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പാണ് ഇന്ന് നമ്മൾ വീഡിയോ കൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കിയാലോ. നമ്മളിന്ന് പുട്ടുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോണത്. പുട്ടുണ്ടാക്കാൻ പുട്ടും കുറ്റിയുടെ ആവശ്യമില്ല. നമുക്ക് വീട്ടിലുള്ള ഒരു സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് പുട്ടുണ്ടാക്കാം കേട്ടോ. അതും എളുപ്പത്തിൽ നമുക്ക് പണി ഇപ്പോൾ ഗ്യാസിൻ്റെ വില കൂടിയ കാരണം തന്നെ നമുക്ക് പെട്ടെന്ന് ഗ്യാസ് ലാഭിക്കാൻ ഇത് മെയിനായിട്ടൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ സാധാരണ പുട്ടുപൊടി കുഴയ്ക്കുകയാണ്. പുട്ടുപൊടി കുഴയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം ഞാനിവിടെ മെയിനായിട്ട് പുട്ട് കുഴയ്ക്കുമ്പോൾ ജീരകം ഇടാറുണ്ട് കേട്ടോ. ജീരകം ഉപ്പും ഇട്ടിട്ട് പുട്ടുപൊടി എന്നെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എത്ര പൊടി എടുത്ത് അതിനധികം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുതിരയിട്ടാലാണ് നമ്മൾ പെട്ടെന്ന് നന്നായിട്ട് പുട്ടൊന്ന് സെറ്റായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പൊടി എടുത്തതിനേക്കാളും കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പുട്ടുപൊടി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും പുട്ടുപൊടിക്ക് കുഴയ്ക്കാനൊക്കെ അറിയാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പുട്ടുപൊടിയാണെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെച്ചാലാണ് നല്ല പുട്ട് നല്ല സോഫ്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊത്തി വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിതേ കൈ കൊണ്ട് പുട്ടുപൊടി ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആക്കുമ്പോൾ ഇങ്ങനെ നല്ല രീതിക്ക് വരികയാണെങ്കിൽ തന്നെ പുട്ട് വൈകുന്നേരം വരെ നല്ലോണം സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ പൊത്തി വെക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം എന്തായാലും ഒരു 5 മിനിറ്റൊക്കെ തന്നെ ഞാനിങ്ങനെ ജസ്റ്റ് പൊത്തി വെക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ അതെടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുഴച്ച് നമ്മളിങ്ങനെ ഒന്ന് നോക്കുമല്ലോ കൈ കൊണ്ട് ഇങ്ങനെ പുട്ടുപൊടി ഇങ്ങനെ സെറ്റായോ വെള്ളം കുറവുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പുട്ടുപൊടി ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കും കേട്ടോ. നമ്മളിങ്ങനെ കട്ടകളൊക്കെ ഉണ്ടായാൽ പുട്ടിന് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ നന്നായിട്ട് കണ്ടായി ഇതേ രീതിയിലാവണം കേട്ടോ പുട്ട് കുഴച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ പുട്ടൊക്കെ നന്നായി നനച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പുട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും നമ്മൾ പുട്ടും കുറ്റിയിൽ ഉണ്ടാക്കി വരുമ്പോൾ എന്തായാലും ഒരു 2 കഷ്ണം 3 കഷ്ണം പുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്കിപ്പോൾ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ചെമ്പ് മാത്രം മതി. ഇഡ്ഡലി ചെമ്പിൽ ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മളിന്ന് പുട്ടുണ്ടാക്കാൻ പോണത്. അപ്പോൾ നന്നായിട്ട് പുട്ടുപൊടിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നാളികേരം എടുത്തിട്ടുണ്ട്. നാളികേരം ഇതേപോലത്തെ സ്റ്റീൽ ഗ്ലാസ്സാണ് കേട്ടോ. ഒരെണ്ണമാണ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നാളികേരം ഞാൻ നമ്മുടെ പുട്ടിന് എങ്ങനെയാണ് നമ്മൾ പുട്ടിന് നാളികേരമൊക്കെ ഫില്ല് ചെയ്യണേ. ഇപ്പോൾ പുട്ടുപൊടിയിൽ നാളികേരം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ ഗ്ലാസ്സിൽ വാരിയിടുന്ന ഇതുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാനിങ്ങനെ ഗ്ലാസ്സിലിട്ടിട്ട് ഇത് ആക്കാറേ ഉള്ളൂ. പിന്നെ നമ്മൾ നാളികേരം ഇട്ടു, ഒപ്പം തന്നെ നമ്മുടെ അരിപ്പൊടി ഇട്ടു. അരിപ്പൊടി ഇട്ടിട്ട് മുകളിൽ നാളികേരം വെച്ച് അങ്ങനെ ഫില്ല് ചെയ്യാറ് പതിവ് കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളൂ. അപ്പോൾ ഞാൻ പുട്ടുപൊടിയിൽ ആദ്യം നാളികേരം ഇട്ടു, പിന്നെ പുട്ടുപൊടി ഇട്ടു, പിന്നെ മുകളിൽ നാളികേരം ഇട്ടിട്ട് സാധാരണ പോലെ ഫില്ല് ചെയ്ത് ഇങ്ങനെ കൊടുത്തു കേട്ടോ. പിന്നെ നന്നായി അമർത്തി ഇങ്ങനെ ആക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഈ ഗ്ലാസ്സിൽ നിന്ന് വരാൻ കുറച്ച് പാടുപെടും. അപ്പോൾ നമുക്കിങ്ങനെ വരുന്ന ഒരു പാകം ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ നല്ല ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പതുക്കെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ എല്ലാം നിറച്ചതിന് ശേഷം അരിപ്പൊടി നിറച്ചതിന് ശേഷം സാധാരണ നമ്മൾ പുട്ടും പാനിയിൽ നമ്മൾ നാളികേരം നിറയ്ക്കുന്ന പോലെ നാളികേരം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇഡ്ഡലി ചെമ്പിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും കേട്ടോ നമ്മൾ പുട്ട് എത്ര ഇത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഡ്ഡലി ചെമ്പ് നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് നമ്മുടെ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ നമ്മൾ ഇന്നിപ്പോൾ പുട്ട് നമ്മുടെ വെക്കാൻ പോണത്. അപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി തട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് ചൂടോടെയുള്ള ഇഡ്ഡലി തട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഗ്ലാസ് ഒന്നിങ്ങനെ തട്ടി കൊടുത്തിട്ടുണ്ട്. തട്ടി കൊടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുട്ട് കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാനിത് 4 എണ്ണം ആക്കിയിട്ട് നമ്മൾ തിളച്ച ഇഡ്ഡലി ചെമ്പിൻ്റെ വെള്ളത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നല്ലോണം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പ് ഓൾറെഡി നന്നായി ചൂടായിട്ടിരിക്കണം കേട്ടോ. ചൂടായതിന് ശേഷമാണ് നമുക്കിത് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് നേരം ആവി കയറി കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ പുട്ടൊക്കെ ഉടയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് പുട്ടൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ.
അപ്പോൾ അത് സെറ്റായി സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഒരു നേരം നമുക്ക് പെട്ടെന്ന് പൊട്ടുപാനിയൊന്നും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇഡ്ഡലി ചെമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പുട്ട് റെഡി ആവും കേട്ടോ. ഇതാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് വെച്ചാൽ ഭയങ്കരമായിട്ട് നമുക്ക് ലാഭിക്കാം. കാരണം എന്താ വെച്ചാൽ ഒറ്റ ട്രിപ്പിൽ തന്നെ ഇത്ര 4 കഷ്ണം പുട്ട് ഇങ്ങനെ കിട്ടുകയും ചെയ്യും. പിന്നെ അതേ അടിപൊളിയായിട്ട് ഇങ്ങനെ ഉടഞ്ഞു പോകുന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് ചൂടാറിയിട്ട് വേണം കേട്ടോ എടുക്കണത്. അപ്പോൾ ഈ പുട്ടുമാനിയുടെ ആവശ്യം ഇനി ഇല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ആൾക്കാരൊക്കെ കൂടുതൽ വരുമ്പോൾ നമുക്ക് ഇതുപോലെ വേഗം വേഗം ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ 4 തട്ടിട്ടുള്ളതായ കാരണം 4 എണ്ണം എടുത്തോളൂ കേട്ടോ ഞാനിതേ. അപ്പോൾ ഇതിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല, പുട്ടുമാനിയുടെ ഉള്ളിൽ കഴുകാനും പാടാണ്. ഇതാവുമ്പോൾ ഈ ഇഡ്ഡലി തട്ട് അങ്ങോട്ട് കഴുകി എടുത്താൽ മതിയല്ലോ. അപ്പോൾ സൂപ്പറാണ്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് പുട്ടെടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു 2-3 ട്രിപ്പ് എനിക്കുണ്ടായിരുന്നു. കൂടുതൽ ഇപ്പം അന്ന് വിരുന്നുകാരുള്ളപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പ് കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട ഉടഞ്ഞു പോകുമൊന്നുമില്ല കേട്ടോ. അത് സിമ്പിളായിട്ടാണ് കിട്ടണത് കേട്ടോ. അപ്പോൾ അതേ അടിപൊളിയായിട്ടുണ്ട്. കുട്ടികൾക്കും ഇത് കഴിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഇങ്ങനെ ഒരു കഷ്ണമൊക്കെ കഴിക്കുമ്പോൾ സൂപ്പറായിരുന്നു. അപ്പോൾ അതെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം പതുക്കെ ഓരോന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒറ്റ ട്രിപ്പിൽ നമുക്ക് പെട്ടെന്ന് പണി കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ഐഡിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, സൂപ്പറാണ്. അപ്പോൾ പുട്ടുമാനിയുടെ ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള ഒരു സാധാരണ ഒരു സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ പുട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ PR ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.